ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വെഡ്ഡിങ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. സോ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ തുടങ്ങാം. എപ്പിസോഫ്റ്റിൻ്റെയാണ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇതുകൊണ്ട് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ലെയർ ആയിട്ട് നമുക്ക് സാധനങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റെണ്ണത്തിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അല്ല സ്കിൻ കെയറിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ലിബാമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ട ഹുഡയുടെ പീച്ച് കളർ കറക്റ്റാണ്. അതായത് ഈ ആൾക്കാർ നമ്മളെ പുട്ടിന്ന് ആക്ഷേപിക്കില്ല. എൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു പീച്ച് കളറിൽ ഉള്ള കാര്യം എൻ്റെ കണ്ണിലും മൂക്കിലും എവിടെയാണ് എനിക്ക് അങ്ങോട്ട് സുഖം തോന്നാത്ത ആ സുഖമില്ലാത്ത ഭാഗത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു പുട്ടിയുടെ മെയിൻ സാധനമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ പുട്ടി മെയിനായിട്ട് ആ ഒരു കുന്തത്തിൽ നിറച്ച് വെച്ചിട്ട് നമ്മൾ മുഖത്തിങ്ങനെ തൂവി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. അതിന് നമ്മളിങ്ങനെ ഒഫീഷ്യൽ നമ്മൾ സ്റ്റിക്ക് ഫൗണ്ടേഷൻ എന്നൊക്കെ പറയും. അല്ലാത്തവരതിനെ പുട്ടി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. ഐ ഡോണ്ട് കെയർ. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് താഴെ നമുക്ക് കുറച്ച് കൺസീലർ ഇട്ട് കൊടുക്കാം. ബിക്കോസ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ താഴെ എൻ്റെ കണ്ണിങ്ങനെ എടുത്തറിയുന്നുണ്ട്. പെണ്ണുപിള്ളേ പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്നാലും ഇല്ല. എന്നാലും ഞാൻ കുറച്ച് കൺസീലറോട് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ബ്രൗൺ ഷാഡോ പൗഡറൊക്കെ കണ്ണിൻ്റെ മേലെ തൂത്ത് കൊടുത്തതിന് ശേഷം ആ കാജലും ഇട്ട് തന്നെ മെഗിൻ പുകഞ്ഞ കണ്ണുകൾ സ്മോക്ക് കേസ് എന്ന് ഞാൻ കൂടെ പറയാറുള്ള ഈ സാധനം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേ എനിക്ക് കണ്ണങ്ങോട്ടൊരു സുഖം കിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ചെറിയൊരു വിങ് ചെയ്ത് കൊടുക്കുകയാണ്. വലിയ വിങ്ങൊക്കെ ചെയ്യാം. പിന്നെ കണ്ണുകൾ ഞാൻ പണിതുകൊണ്ടിരിക്കും. ഗോപുരങ്ങൾ കണക്ക് പണിത് ഇന്നത്തെ ദിവസം അങ്ങ് പോകാനും നടക്കില്ല. പിന്നെ ഇട്ട് വെളുക്കുന്നവരെ പണിഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ് മസ്കാര. കാരണം നമ്മളിങ്ങനെ കണ്ണിങ്ങനെ വിജിലംബിച്ചിരിക്കണം. നമ്മൾ എക്സ്പ്രഷൻ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കണം. ഓക്കെ, അതിന് ശേഷം താഴെ കരച്ച് ഓക്കെ ഒരു ബ്രൗൺ ഷാഡോ എടുത്തിട്ട് എന്തൊക്കെയാണ് കാണിച്ചത്, ബ്രൗൺ കാജലാണ്. പിന്നെ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ബ്ലഷാണ്. എനിക്ക് ഈ സൺ കിസ്ഡ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് അടിപൊളിയായിട്ട് തരും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇട്ടോളൂ. പിന്നെ നമുക്ക് രണ്ടാമതൊന്നുകൂടെ ഇടേണ്ടി വരുമെന്നാണ് ഒരു വിശ്വാസം. നെക്സ്റ്റ് പൗഡർ വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് എഗെയിൻ ഞാൻ ഒന്നുകൂടെ ബ്ലഷ് ഇട്ട് കൊടുത്തു. കാരണം എനിക്ക് ആ ചുമപ്പിച്ച് അങ്ങോട്ട് പോരാ. കാരണം എനിക്കൊരു മാതിരി കവിളൊക്കെ ഇങ്ങനൊരു ചില കുരങ്ങന്മാരെ ബാക്ക് വയ്ക്കുക അതേപോലെ ഇരിക്കുകയാണ് എനിക്കിഷ്ടം. സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിൽ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കിക്കോമില്ലാണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ബിക്കോസ് ഇത് ഇട്ടെടുത്തുള്ള പ്രത്യേകം വെച്ചാൽ നേരെ വെളുത്ത് ഇരുട്ട് വെളുക്കുന്നവരെ ഇതങ്ങനെ തന്നെ അങ്ങ് ചുണ്ടിക്കടന്നോളൂ. ഇനി എത്ര മാടത്തെ പോലെ വാരി വലിച്ച് തിന്നാലും അങ്ങ് പോവുകയൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കൊരു ജെല്ല് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വെള്ളം കുടിക്കുന്നില്ല. ഞാൻ പുറത്ത് ഇറങ്ങി വെള്ളം കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിൻ എങ്ങനെ ഒരു വരണ്ട് വെണ്ണീറായിപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലോ കിട്ടണ്ടേ ഗൈസ്. അതുകൊണ്ട് ഞാൻ ഉള്ള ജെല്ലൊക്കെ വാരി ഇങ്ങ് ഇട്ട് കൊടുത്തു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് കുങ്കുമേറ്റ് കൊടുക്കാം. ബിക്കോസ് കല്യാണം കഴിഞ്ഞ് കൊലസ്ട്രോൾ നമ്മൾ കുങ്കുമേറ്റ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ഇച്ചിരി ഇട്ട് കൊടുത്തു. സാരി ഇട്ട് കൊടുത്ത അപ്പന് ഇച്ചിരി കുങ്കുമം പുനൂതങ്ങളാണ് ഗൈസ് മെയിനായിട്ട്. ഓക്കെ, ആൻഡ് ഇതാണ് ഞാൻ ഫേക്ക് നെയിൽസ്. ഓക്കെ, ഫേക്ക് നെയിൽസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആകെ മൊത്തം ഫേക്കാണല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാരി വന്നിട്ട് ഒരു ബ്ലൂ സാരിയാണ്. അപ്പം ഞാൻ ഇതെല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ഇയറിങ്സ് എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ആൻഡ് ഞാൻ ഇനി പോയി എൻ്റെ ബെസ്റ്റിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പറഞ്ഞിട്ട് വരാം. കഴിച്ചാ ബൈ ബൈ.